മുംബൈ നഗരത്തിൽ അതിശക്തമായ മഴയിൽ ജനജീവിതം ദുസ്സഹമായി. റോഡുകളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിൽ മുംബൈ ജനജീവിതം ദുസ്സഹമായി. വെള്ളക്കെട്ടിന് പിന്നാലെ മരങ്ങൾ വീണുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും 200 മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചത്. നഗരത്തിലെ റോഡുകൾ വെള്ളത്തിനടിയിലായി. റെയിൽ ഗതാഗതത്തെയും കനത്ത മഴ ബാധിച്ചു. റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം നിറഞ്ഞതോടെ ഗതാഗത സ്തംഭനം അനുഭവപ്പെട്ടു. രാം മന്ദിർ, കൊളാബ, സാന്താക്രൂസ് എന്നീ 3 സ്റ്റേഷനുകളിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. രാം മന്ദിറിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. കനത്ത മഴ സെൻട്രൽ റെയിൽവേയുടെ ട്രാൻസ് ഹാർബർ ലൈൻ സേവനങ്ങളെയും ബാധിച്ചു. തുർഭയ്ക്കും കോപ്പർ ഖൈറാനയ്ക്കും ഇടയിലുള്ള ട്രാക്ക് മഴയിൽ തകർന്നതിനെ തുടർന്ന് താനേക്കും വാഷിക്കുമിടയിലുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വേഗത നിയന്ത്രണങ്ങളോടെ ട്രാക്കുകൾ പ്രവർത്തനക്ഷമമാക്കി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ മുംബൈയിൽ കാലവർഷം എത്തിയത്. മഴയെ തുടർന്ന് വിക്രോളി വെസ്റ്റിലെ ഒരു കെട്ടിടത്തിന് സമീപമുള്ള മതിൽ തകർന്നു വീണ് അപകടം നടന്നു. മറ്റൊരു അപകടത്തിൽ ഒരു മരം കാറിന് മുകളിലേക്ക് വീണ് വാഹനം തകർന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുംബൈയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.